ചുരുണ്ടുകൂടി കിടക്കുക, ചുരുണ്ടുകൂടി ഇരിക്കുക എന്നൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നമുക്ക് വളരെ പരിചിതമായൊരു വേർഡാണല്ലോ കേൾ എന്നത്. CURL. സാധാരണ ഈ വാക്കിൻ്റെ അർത്ഥം ചുരുളുക, ചുരുളുകളാക്കുക, അല്ലെങ്കിൽ ഒരു പുച്ഛഭാവത്തിൽ ചുണ്ടുകൾ മുകളിലേക്കോ വശങ്ങളിലേക്കോ വക്രീകരിക്കുക എന്നൊക്കെയാണല്ലോ. എന്നാൽ ചുരുണ്ടുകൂടി കിടക്കുക, ചുരുണ്ടുകൂടി ഇരിക്കുക എന്നൊക്കെ പറയാൻ ഒരു വാക്ക് കൂടി, അതായത് ഒരു ആഡ്വർബ് കൂടി കേൾ എന്ന വാക്കിനോട് ചേർത്ത് ഉപയോഗിക്കേണ്ടി വരും. അപ്പ്, കേൾ അപ്പ്. ഇനി ഈ ഉദാഹരണം നോക്കൂ. ഷീ കേൾഡ് അപ്പ്. അവൾ ചുരുണ്ടുകൂടി കിടന്നോ എന്നോ ചുരുണ്ടുകൂടി ഇരുന്നോ എന്നോ ഇതിന് സന്ദർഭാനുസരണം അർത്ഥം വരും. ഷീ കേൾഡ് അപ്പ് ആൻഡ് ക്ലോസ്ഡ് ഹർ ഐസ്. ഈ കേൾ അപ്പ് എന്നത് ഒരു ഫ്രൈസൽ വെർബാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ആശയം വ്യക്തമാണെന്ന് കരുതുന്നു. ഹാപ്പി ലേണിംഗ്.